ഹായ് നമസ്കാരം. ആ ലാലേട്ടൻ സിനിമയ്ക്ക് ജനത്തിരക്ക്. അതെ, ആ ലാലേട്ടൻ സിനിമയ്ക്ക് ജനത്തിരക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. മറ്റൊന്നുമല്ല, ഒരു പഴയ ലാലേട്ടൻ സിനിമയ്ക്ക് ഇപ്പോൾ യൂട്യൂബിൽ വലിയ സെർച്ചിങ് ആണ് നടക്കുന്നത്. വലിയ ക്ലിക്ക് ബൈറ്റ്സ് ആണ് ആ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ സെർച്ചിങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂ നടന്നതിന് ശേഷമാണ് ആ സിനിമയെക്കുറിച്ച് എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജെൻസി കുട്ടികളാണ് ആ സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ വ്യത്യസ്തമായൊരു കഥാപാത്രം, ഒരുപക്ഷെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കഥാപാത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ PK ഹരിദാസ് എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് അദ്ദേഹം അഴിഞ്ഞാടിയിരിക്കുകയാണ്. 26ാമത്തെ വയസ്സിലാണ് ആ ഒരു കഥാപാത്രത്തെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുന്ന ലാലേട്ടനെ ഞാൻ ആദ്യമായിട്ടൊന്ന് തിയേറ്ററിലല്ല കണ്ട, ഞാനത് VCD എടുത്ത്, അല്ല VCD അല്ല, കാസറ്റാണ് ആ കാലത്ത്, വീഡിയോ കാസറ്റ് ഇട്ട് കണ്ടൊരു സിനിമയാണ്. ഇന്നും അതിലെ ഓരോ രംഗങ്ങളും മനസ്സിൽ നിൽക്കുകയാണ്. കാരണം ആ കഥാപാത്രവും അതുപോലെ തന്നെ ആ കഥ പറയുന്ന ഒരു രീതിയും ആ കഥയിലെ അന്തസത്തയുമൊക്കെ ഇന്നും വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കാലാതിവൃത്തിയായിട്ടുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പേപ്പറിലൊക്കെ റാഗിങ് എന്ന സംഭവത്തെക്കുറിച്ച്. റാഗിങ് എന്ന കിരാതമുറ, ആ കിരാതമുറയെ തന്നെ മാറ്റിമറിക്കാൻ കാരണമായിട്ടുള്ളൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേരുടെ മനസ്സിൽ റാഗിങ്ങിൻ്റെ ദൂഷ്യഫലങ്ങളും അതുപോലെ തന്നെ അത് മൂലമുണ്ടാകുന്ന ഒരു കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ച സിനിമ. വിനീതാണ് അതിലെ ഒരു കഥാപാത്രമായിട്ട്, റാഗിങ്ങിന് ഇരയായി മാറുന്നൊരു കഥാപാത്രമായിട്ട് വരുന്നത്. ഒപ്പം തന്നെ പാർവതി അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് വരുന്നുണ്ട്. ലാലേട്ടൻ അതിൽ 20 വയസ്സുകാരനായിട്ടുള്ള കോളേജ് കുമാരനായും 30കാരനായ ഡോക്ടറായും 40കാരനായിട്ടുള്ള ഒരു മധ്യവയസ്കനായിട്ടും അദ്ദേഹം ആ ചിത്രത്തിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ആ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി നമുക്ക് മുമ്പിൽ എടുത്തു വയ്ക്കുകയാണ്. ഒരു ക്രൂര വന്യമായിട്ടുള്ള ഒരു ചിരിയോടുകൂടി റാഗിങ് ചെയ്ത്, അപ്പോൾ അദ്ദേഹം അറിയുന്നില്ല തൻ്റെ റാഗിങ്ങിനിരയായ കുട്ടി ഒരു ഹാർട്ടിന് പ്രോബ്ലം കുട്ടിയാണെന്നും അതിൽ അദ്ദേഹം മരിക്കുകയും ആ കുടുംബത്തിന് വലിയ നഷ്ടമുണ്ടാവുകയും ചെയ്യുന്നു. ബാബു നമ്പൂതിരിയാണ് അദ്ദേഹം ഇതിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ആ സിനിമ വലിയ ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ നേടാൻ കാരണം പിണറായി വിജയൻ എന്ന നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി, തനിക്കിഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ എന്നല്ല, ഇഷ്ടപ്പെട്ട മലയാള സിനിമയിൽ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ആ അന്തസത്ത എന്താണെന്ന് നമുക്ക് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എടുത്തു വെച്ചത്. ഞാൻ പണ്ട് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും റാഗ് ഒരാളെയും ചെയ്യില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുത്തത് ആ ഒരു സിനിമ കണ്ടതാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലേ കണ്ടതാണ്. വളരെ ചെറുപ്പത്തിലേ തന്നെ എൻ്റെ മനസ്സിൽ റാഗിങ്ങിൻ്റെ ക്രൂരത എന്താണെന്ന് വരച്ചിട്ടൊരു സിനിമയാണ് MT ഹരിഹരൻ ടീമിൻ്റെ അമൃതം ഗമയ എന്ന സിനിമ. നിങ്ങളും ഒന്ന് കണ്ടു നോക്കുക. കാണാത്തവരാണെങ്കിൽ, ഞാനത് 3-4 വട്ടം കണ്ടിട്ടുള്ള പടമാണ്. ചുരുങ്ങിയത് ഒരു 5 വട്ടമെങ്കിലും ആ സിനിമ ഞാൻ കണ്ടു കാണും. അത്ര മനോഹരമായ സിനിമയാണത്. തീർച്ചയായിട്ടും അതിന് ക്ലിക്ക് ബൈറ്റ്സ്